കണ്ണൂർ തളിപ്പറമ്പിൽ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നിഖിൽ അളവൂർ ചേരുന്ന വിവരങ്ങളുമായി. നിഖിൽ, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്? ഒരുപാട് കടകൾക്ക് തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ഏകദേശം 1.5 മണിക്കൂറോളമായി ഈ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഈ കെട്ടിടം നിന്ന് കത്തുകയാണ്. നിരവധി കടകൾക്ക് ഇപ്പോൾ തീ പിടിച്ച് കഴിഞ്ഞ സമയത്തെ കടകളിലേക്ക് പിന്നെ തീ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു ജ്വല്ലറി കാണാം. ജ്വല്ലറിയുടെ തൊട്ടടുത്ത കട വരെ ഈ തീപിടുത്തം ഇപ്പോൾ ഈ പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമയം ഇത്ര വലിയൊരു തീപിടുത്തം ഇത്രയും ഉണ്ടായിട്ടും ഇപ്പോഴും ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ മാത്രമാണ്, 2 വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഇവിടെ തീയണക്കാൻ ഉള്ളത് എന്നുള്ളതാണ്. കൂടുതൽ യൂണിറ്റുകൾ എത്തിയിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണാം, തൊട്ടടുത്തുള്ള ജയാ ഫാഷൻ എന്നൊരു ജ്വല്ലറിയാണ്. ആ ജ്വല്ലറിയിലേക്ക് കൂടി ഇപ്പോൾ തീ പടർന്നു പിടിക്കുന്ന പല വസ്തുക്കളും കത്തുന്നതും പൊട്ടിത്തെറിക്കുന്നതും എല്ലാം തന്നെ കാണാൻ കഴിയുന്നു. അങ്ങനെ എന്തൊക്കെ കടകളാണ് എന്നുള്ളതിന്റെ ഒരു വ്യക്തതയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് ഷൂ, ഫാൻസി തുടങ്ങിയവ വിൽക്കുന്ന കടകളായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് തീ വ്യാപിച്ചതോടുകൂടി പല വസ്തുക്കളും കുത്തിത്തൂക്കുകയും വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന കടകളുണ്ട്. അവിടെയൊക്കെ തീ പിടിക്കുന്നു. നീല നിറത്തിലൊക്കെ തീ വരുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പല വസ്തുക്കൾക്കും തീ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത് ഇലക്ട്രിക് ലൈനിൽ തീ പിടിച്ച കേബിളുകളിൽ തീ പിടിച്ച് താഴേക്ക് തീ പടരുന്നത് കാണാം. ഇലക്ട്രിക് പോസ്റ്റ് കാണാം. ആകെ പുക മൂടിയ ഒരു സാഹചര്യമാണ് ചുറ്റുമുള്ളത്. ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗതാഗതക്കുരുക്കിൽ പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കെട്ടിടങ്ങൾ മാത്രമല്ല, സമീപത്തുള്ള ബോർഡുകൾ, ഇവയ്ക്കെല്ലാം തന്നെ തീ പിടിക്കുന്നു. പല വസ്തുക്കളും കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. നിഖിൽ, ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക്, കൂടുതൽ യൂണിറ്റുകൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം വല്ലതുമുണ്ടോ? അത്തരത്തിൽ ഗതാഗതക്കുറിപ്പിൽ തെറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പെട്രോൾ 1.5 മണിക്കൂറോളമായി നടത്തിക്കൊണ്ടിരിക്കുന്നു.